സിനിമയിൽ വന്ന ശേഷം ഈ നാടക രംഗത്തെ പോലെ തന്നെ സിനിമാ രംഗത്തും ഒരുപാട് നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ ആളുകളായിട്ടും നല്ല അടുപ്പത്തിൽ തന്നെയാണ്, നല്ല സ്നേഹത്തിലും തന്നെ തിരിച്ചും. അതിൽ പ്രത്യേകിച്ച് കൂടുതൽ നമ്മളെടുത്തിട്ടുള്ള ഒന്ന്, ഞാൻ വന്ന കാലം തൊട്ട് ആദ്യമായിട്ട് അടുക്കുന്ന ഒരു വ്യക്തിയാണ് ജഗതി ശ്രീകുമാർ. അത് ഈ ദൂരെ ഒരു കൂട്ടുകൂട്ടാൽ മതി. അതിനു മുമ്പ് ഞാൻ ബഹദൂർക്കായിട്ട്, പിന്നെ നെല്ലിക്കോട് ബാസുചേട്ടൻ, കുതിരവട്ടം പപ്പു എന്നൊക്കെ പറയുന്നത് നമ്മളെ കോഴിക്കോട്ടുകാരും നാട്ടുകാരായതുകൊണ്ട് അവരായിട്ടുള്ള അടുപ്പം നേരത്തെ ഉള്ളതാണ്. സിനിമയിലുള്ള അതല്ലാത്ത ബന്ധങ്ങളിലാണ് കൂടുതൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നെടുമുടി വേണു, ഈ ജഗതി, അതുപോലെ തിലകൻ ചേട്ടൻ, കൊടിയേറ്റം ഗോപിയേട്ടൻ, ശ്രീരാമൻ, മുരളി, ശ്രീനിവാസൻ, ഇന്നസെൻ്റ്, ഇങ്ങനെയുള്ള ഒരു അടുപ്പാണ് ഞങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ അതുപോലെ ഹീറോസ് മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ മുകേഷ്, ജയറാം, ദിലീപ് എല്ലാം നല്ല സൗഹൃദം തന്നെയാണ്. യാതൊരു ഒരു അടുപ്പക്കുറവൊന്നും ആരായിട്ടുമില്ല. എല്ലാ ആളുകളായിട്ടും എനിക്ക് നല്ല സൗഹൃദം ബന്ധമാണ്. അതുപോലെ വില്ലന്മാരായിട്ടുള്ള ക്യാപ്റ്റൻ രാജു ആയാലും ആ കാലത്തുള്ള പ്രതാപേന്ദ്രൻ, ഈ നമ്മുടെ എല്ലാ ആളുകളും, രാജൻ പി ദേവ്, രാജനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നാടക ബന്ധമുണ്ട്. രാജൻ ജൂബിലി തിയേറ്റേഴ്സ് എടുപടെ വരുമ്പോൾ ഞങ്ങൾ നാടകം അവിടെ പോകുമ്പോഴൊക്കെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രാജൻ എന്നോട് പറഞ്ഞിട്ട് ബഷീർക്ക് എൻ്റെ ഭാർഗവി നിലയം അവർക്ക് ജൂബിലി തിയേറ്റേഴ്സ് നാടകം ആക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരു 10 റുപ്യ, 10,090 റുപ്യ തന്നു. ഞങ്ങൾ ബേപ്പൂരിൽ വന്ന് ബഷീർക്കിൻ്റെ വലിയൊരു ഫോട്ടോ വാങ്ങി രാജൻ പോയി അവരത് നാടകമാക്കി കളിച്ചു. കുറച്ച് നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഭാർഗവി നിലയം സിനിമയായി വന്നപ്പം അതിലുണ്ടായിരുന്ന പാട്ടുകൾ മലയാളത്തിലെ ഏറ്റവും മുന്തിയ പാട്ടുകളായിരുന്നു. അതൊട്ടും മോശമാക്കരുത് എന്ന് പറഞ്ഞു. അത്ര തന്നെ ഇല്ലെങ്കിലും വല്ലാതെ താഴെ പോരുന്ന തന്നെ കൊണ്ടുപോയിട്ട് അർജുന മോശറ്റാണെന്ന് തോന്നുന്നു, നന്നായിട്ട് ചെയ്തു. കുറച്ച് 1 കൊല്ലം 2 കൊല്ലമൊക്കെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞു. അത്ര ബന്ധം രാജൻ പി ദേവും ഞാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ ആളുകളും, പിന്നെ നടന്മാരും നടികളും നല്ല, ഈ നമ്മൾ ഒരു രംഗത്ത് അഭിനേതാക്കൾ നടന്മാരൊക്കെ ആണെങ്കിലും എന്നെ സംബന്ധിച്ചോളം എല്ലാവരും നമ്മൾ നല്ലൊരു കുടുംബ ബന്ധം പോലെ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. ഒരു ഗ്രൂപ്പ്, ഒരു വീട്, ഒരു കുടുംബം, ഒരു സൊസൈറ്റി എന്നുള്ള മാതിരി തന്നെ. അതുപോലെ തന്നെ സംവിധായകർ, എല്ലാ സംവിധായകരും ഞാനായിട്ട് നല്ല അടുപ്പാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അടുത്ത് ഇടപഴകിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചിട്ടുള്ളത് സത്യൻ അന്തിക്കാട്, സിബി മലയിൽ, കമൽ, പ്രിയൻ്റെ ഒരു 2-3 പടത്തിൽ അഭിനയിച്ചു. അതുപോലെ നമ്മളെ ജോഷി സാറിൻ്റെ 2-3 പടം, ഹരിഹരൻ, ശശിയേട്ടൻ, IV ശശി, ഇങ്ങനെ എല്ലാവരുടെ പടങ്ങളിലും എല്ലാ ഡയറക്ടേഴ്സിൻ്റെയിലും ഞാൻ കുറേ അഭിനയിച്ചിട്ടുണ്ട്. ഇത് തോന്നുന്നു ഞാൻ പഴയ കാലത്ത് പത്മരാജൻ, ഭരതൻ അവർ ഇതിലുണ്ടായിട്ടില്ല. ബാക്കി ഒട്ടുമിക്ക ആളുകളുടെ പടങ്ങളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പേരെടുത്ത് പറയാൻ കഴിയില്ല. എല്ലാ ഡയറക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ അതിലിപ്പോൾ നമ്മളെ ലാൽ ജോസ്, അൻവർ റഷീദ്, അതൊക്കെ പുതിയ തലമുറയിൽപ്പെട്ടാണ് അൻവർ റഷീദൊക്കെ. എന്നാലും അതിൽ ഒരു രഞ്ജിത്ത് ശങ്കർ, ഈ നമ്മളെ സുന്ദർദാസ്, അങ്ങനെയുള്ള ഒരുപാട് പുതിയ തലമുറയിലും പഴയ തലമുറയിലും പെട്ട എല്ലാ ഡയറക്ടേഴ്സിനും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല സൗഹൃദം ആണ് അവരായിട്ടൊക്കെ. എഴുത്തുകാരിൽ ഏറ്റവും കൂടുതൽ അടുപ്പം ഞാൻ ഉണ്ടായിരുന്നത് ലോഹിദാസായിട്ടാണ്. ലോഹിദാസ് തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റായിട്ട് വന്ന അന്ന് മുതൽ മരിക്കുന്നത് വരെ നല്ല സൗഹൃദത്തിലും ബന്ധത്തിലാണ്. അതുപോലെ എല്ലാവരും, ഇപ്പോൾ ടി ആർ റസാക്ക്, രഞ്ജിത്ത്, ഈ ഡെന്നീസ്, കല്ലൂർ ഡെന്നീസ് ജോസഫ്, SN സ്വാമി, ശ്രീനിവാസൻ, പിന്നെ അതുപോലെ സിദ്ദിഖ് ലാൽ, അവരുടെ കഥാപാത്രം ഉണ്ടാക്കുന്നതാണല്ലോ. ഈ എല്ലാ ആളുകളും നമ്മളായിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമൻ്റെ ബാഹ്യമായ ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ വളരെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരടുത്ത നല്ല സൗഹൃദം തന്നെയാണ് ഞാൻ എല്ലാ ആളുകളായിട്ടും. ഇനി ടെക്നീഷ്യൻസ് ആയാലും അഭിനേതാക്കളായാലും എഴുത്തുകാരായാലും ഒക്കെ നല്ല ബന്ധം തന്നെയാണ്. അതുപോലെ സംഗീത സംവിധായകർ, ഗായകർ, അതും ഒക്കെ അവർക്ക് എല്ലാ സംഗീത സംവിധായകർക്കും എന്നോട് ഒരു കൂടുതൽ അടുപ്പം സ്നേഹം തോന്നാൻ കാരണം ഞാൻ കോഴിക്കോട്ടുകാരനായതുകൊണ്ടും ബാബുരാജായിട്ട് വളരെ അടുത്ത ആളായതുകൊണ്ടും
ആണെന്ന് എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈ ജോൺസണും രവീന്ദ്രൻ മാഷും ഒക്കെ നിങ്ങൾ ബാബുക്കാരൻ്റെ കമ്പനിയില്ല, അതുകൊണ്ട് നിങ്ങൾ കേൾക്കണത് എന്നിട്ട് അവരൊക്കെ നമ്മൾ ചെയ്ത ട്യൂണും പാട്ടൊക്കെ പാടി കേൾപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് റെസ്പെക്റ്റ് ഇതിലൂടെ കിട്ടുന്നത്. നമ്മൾ അറിയാത്ത റെസ്പെക്റ്റ് ബാബുരാജായിട്ട് ഞാൻ അടുപ്പം ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ നമുക്കും ആ റെസ്പെക്റ്റ് കിട്ടുമ്പം ബാബുരാജ് എന്ന കലാകാരൻ്റെ ശക്തി എത്ര ആയിരിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വരെ നമ്മൾ തൃശ്ശൂർ വെച്ച് നമ്മൾ കാണുമ്പോൾ വിദ്യാധരൻ മാഷ് എന്നെ കണ്ടു കഴിഞ്ഞാൽ പറയാനുള്ളത് ബാബുരാജിൻ്റെ കഥകളാണ്. ഞാനും അതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കണം അവർ മനസ്സിലാക്കിയിട്ട് എന്നോട് പറയുന്നത്. എനിക്കും അതിലങ്ങേയറ്റം ഒരു സന്തോഷം, ഒരു നിർവൃത്തിയും ഉണ്ട് അതിൽ. ഇതൊക്കെ എന്നോട് പറയുന്നുണ്ടല്ലോ. അപ്പം ഞാനും ബാബുരാജായിട്ടുള്ള അടുപ്പം അവർ മനസ്സിലാക്കിയിട്ടാണല്ലോ ഇത് പറയുന്നതെന്നുള്ള വളരെയധികം ഒരു സന്തോഷമാണ് നമുക്ക് അന്നേരം ഫീൽ ചെയ്യുക. മലയാള സിനിമയിൽ ഇപ്പോൾ ഞാൻ സിനിമയിൽ വന്ന ശേഷം എത്രയോ പുതിയ തലമുറകളിൽപ്പെട്ട യുവ നടന്മാർ എത്തിയിട്ടുണ്ട്. അവരും ഞാനായിട്ട് പഴയ കാലത്തുള്ള ആളുകളെപ്പോലെ തന്നെയാണ് നല്ല ബന്ധം. ഇപ്പം ഇന്നലെ ഞാൻ ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകൻ വന്നിട്ടുണ്ട്. ഈ സലാല മൊബൈൽസ് എന്ന ഷൂട്ടിംഗ് തുടങ്ങി ഇന്നലെ ഞാൻ കണ്ടു. ഒരു ഫോട്ടോഷൂട്ടിനായപ്പോൾ വളരെ നല്ല ബന്ധവും റെസ്പെക്റ്റും ആ നല്ല ഒരു ആദരവാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമുക്കും അവരോട് നമ്മളെ മക്കളെ പോലെ, അവൻ എൻ്റെ ഒരു മകനെ പോലെ തന്നെ എനിക്ക് അത്രയും സ്നേഹത്തിലാണ് നമ്മൾ ആ ബന്ധം നിലനിൽക്കുന്നത്. എല്ലാ ആളുകളും പുതിയ ഇനിയും കുറേ കുട്ടികൾ, ഇപ്പോൾ ഒരുപാട് പുതിയ കുട്ടികൾ സിനിമാ രംഗത്തൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരും മോശക്കാരല്ല, ഒക്കെ നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ്. പഴയ കാലത്തെ മാതിരിയല്ല. ഒരു സിനിമ കാണുന്നുണ്ട്, സിനിമ മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. അഭിനയമായാലും എഴുത്തായാലും സംവിധാനമായാലും ഏത് രീതിയിലുള്ള ടെക്നിക്കൽ സൈഡായാലും അവരെല്ലാവരും ആരും മോശക്കാരല്ല, ഒക്കെ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് നമ്മളും അവരോട് ഒന്നിച്ച് സഹകരിച്ച് പോകുന്നതിൽ നമുക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരുപാട് നടന്മാർ നമ്മൾ ഒന്നിച്ച് അഭിനയിക്കുന്ന സമയത്ത് ഈ ജഗതി ശിവകുമാർ, ഇന്നസെൻ്റ്, ജഗദീഷ് ഇങ്ങനെ ഉള്ള നമ്മൾ ഒരു കൂട്ടുകെട്ട് വരുമ്പോൾ പലപ്പോഴും പല സ്ക്രിപ്റ്റ് ഡയറക്ടേഴ്സ് പറയും ഈ സീൻ ഇതാണ്, ഇനി നിങ്ങളൊന്ന് അതൊന്ന് ഇമ്പ്രവൈസ് ചെയ്ത് നന്നാക്കി എടുക്കണം എന്നുണ്ട്. അപ്പോൾ അത് ചിലത് പറ്റുന്നത് നമ്മൾ ഇതാക്കും, പറ്റാത്തത് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഈ ഡയറക്ടറെ അസോസിയേറ്റൊക്കെ വിളിച്ച് വരുമ്പോൾ ഇത് എന്താണ് സീൻ, ഇതൊന്ന് നന്നാക്കുക, ശരിയല്ല, ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ടാക്കി വരും. ഈ ജഗതി സമയം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമ നന്നാക്കിയിട്ടേ പോവുള്ളൂല്ലേ, ഇതൊക്കെ മാറ്റി തിരുത്തി നന്നാക്കിയിട്ട് ഇത് വേഗം പറഞ്ഞുള്ള മണീസ് മേടിച്ചിട്ട് പോയാൽ പോരെ, എന്തിനാണ് സമയം കളയുന്നത് എന്ന് പറയും. അല്ലെങ്കിൽ അവൻ തന്നെ അത് തിരുത്താനും നമ്മളോട് കൂടും. ഏതായാലും കിട്ടുന്ന സീനൊക്കെ അങ്ങേയറ്റം നന്നാക്കിയിട്ടേ ചെയ്യുള്ളൂ. ജഗതിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തൻ്റെ തൊഴിലിനോട് 100% ആത്മാർത്ഥത കാണിക്കുന്ന ഏക നടൻ ജഗതി ശിവകുമാറാണ്. കാരണം ഈ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഷൂട്ടിങ്, എറണാകുളത്തുള്ള ഒരു ഈ പന്ന ചളി വെള്ളം നിറഞ്ഞൊരു തോട്, ഇതിൽ രാത്രി അമ്പിളിയമ്മാമൻ്റെ ബിംബം കണ്ടിട്ട് ചാടുക അതിനെ പിടിക്കാൻ 3 മണിക്ക്. ആരും അതിന് മെനക്കെടില്ല, അത് വേണ്ട എന്നേ പറയുള്ളൂ. ചാടി ശരി, അത് അമ്പിളി അറിഞ്ഞ് ഇവനെ ജഗദീഷ് കുമാർ നമ്മൾ അമ്പിളി എന്നാണ് വിളിക്കുക സിനിമയിൽ. ഞാൻ ആയിക്കോട്ടെ നിങ്ങൾ അമ്പിളിച്ചേട്ടൻ ചാടണം കേട്ടോ എന്ന് ഡയറക്ടർ പറഞ്ഞു. ശരി ഓക്കെ തന്നെ, പറ്റില്ല എന്നോ ഈ സമയത്ത് അത് വേണോ എന്നൊന്നും ചോദിച്ചില്ല. എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറയും. ആ സമയത്ത് അയാൾ ചാടി, ടേക്ക് ശരിയായില്ല, വീണ്ടും ചാടി. അങ്ങനെ 2-3 പ്രാവശ്യം ചാടിയപ്പോൾ അയാളും പിന്നെ തെറ്റാൻ തുടങ്ങി. അത് ശരിയല്ല ഇങ്ങനത്തെ ഇതിൽ ചാടും. പിന്നെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ക്യാമറ ഒക്കെ ഒന്ന് ശരിയാക്കണം, എന്താണ് ഇതിൽ. അത് 4-ാം പ്രാവശ്യം ചാടി കയറി എണീറ്റൊക്കെ വന്നു. അന്ന് അയാൾക്ക് എന്തോ കുറച്ച് അസുഖമായി, ഒരു പ്രഷറൊക്കെ കയറി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നു, റെസ്റ്റ് ചെയ്തു. വെളുപ്പിന് 4:30 മണിക്കാണ് പിന്നെ. അത്രയും തൻ്റെ വർക്കിനോട് 100% ആത്മാർത്ഥത കാണിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഇന്നസെൻ്റ് കിട്ടുന്ന സീൻ ഗംഭീരമായിട്ട് ചെയ്യും. അതിൽ കൂട്ടിച്ചേർക്കലുകൾ വേണമെങ്കിൽ അത് ആ സിനിമയും സീനും സെറ്റപ്പും മൊത്തം നോക്കിയിട്ട് അത് നന്നാക്കും. ചിലപ്പോൾ നമുക്ക് ചെറിയ നല്ല എന്തെങ്കിലും തമാശകൾ തോന്നിയാൽ അവർ ഈ സീൻ അതേ നിൽക്കട്ടെ, നമുക്ക് ഇന്നൊരു ഐഡിയ ഉണ്ട്, അത് ഇവിടെ ഇട്ടാലോ. അപ്പോൾ ഇന്നസെൻ്റ് ഇതിൽ പറയണ്ട,
ഇതിന് ഇറങ്ങിയാൽ തന്നെ ഓടാനൊന്നും പോകില്ല, നല്ല സിനിമ അല്ല, നമുക്കത് വേറെ നല്ല സത്യൻ്റെ സിനിമയിലേക്ക് കയറ്റാം, മാറ്റി എന്ന് പറഞ്ഞിട്ട് തട്ടും. അങ്ങനെയുള്ള തമാശകളൊക്കെ ഉണ്ടാവും. ബഹദൂർക്ക് ഞാനും അവസാനം അഭിനയിക്കുന്ന സിനിമയാണ് ലോഹിദാസ് സംവിധാനം ചെയ്ത ജോക്കർ, ദിലീപിൻ്റെ. ഈ ജോക്കർ അഭിനയിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു ജോക്കറായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. അതിൽ തൻ്റെ അന്ത്യത്തെപ്പറ്റി പറയുന്ന ഒരുപാട് സീനുകളും രംഗങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവസാനത്തെ സിനിമ ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണുമെന്നറിയില്ല. എന്തായാലും ആ സിനിമ കഴിഞ്ഞിട്ട് കൂടുതൽ സമയം കിട്ടിയിട്ടില്ല. ബഹദൂർക്ക മരിച്ചു. ബഹദൂർക്കയും ഞാനും ഒന്നിച്ച് ഒരു മുറിയിലായിരുന്നു താമസിച്ചിരുന്നത്, ഷൊർണൂർ TV-യിൽ. അപ്പോഴൊക്കെ നമ്മൾ കോഴിക്കോട്ടെ പഴയ കഥ, ബഹദൂർക്ക കോഴിക്കോടിൻ്റെ ഒരുപാട് കണക്ഷനിലാണ് പഠിച്ചിരുന്നത്. ഫറൂഖ് കോളേജിലാകുന്ന കാലത്ത് ഇവിടെ നല്ല ബന്ധങ്ങളുണ്ട്. പിന്നെ കല്യാണം കഴിച്ചത് കോഴിക്കോട്ടാണ്. അങ്ങനെ ഇവിടുത്തെ ഒരുപാട് പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ആളുകളായിട്ടൊക്കെ വലിയ ബന്ധങ്ങളുണ്ട്. ഒരുപാട് കുടുംബാംഗങ്ങളും ഉണ്ട് ഇവിടെ, വലിയ ആളുകൾ. ഇങ്ങനെ ബഹദൂർക്കായിട്ട് ഞാൻ നല്ല അടുപ്പം. അതിനു മുമ്പ് ബഹദൂർക്ക സിനിമയിൽ കത്തി നിൽക്കുന്ന കാലത്ത് വല്ലാത്ത പഹയൻ എന്ന പറയുന്ന നാടകമായിട്ട് കോഴിക്കോട് വരാറുണ്ട്. അത് ഒരു അംബാസഡറിൽ വരാവുന്ന 4-5 ആളുകൾ മാത്രം വന്നിട്ട് അവർ കളിച്ച് പോക്കാം. ബാക്കി ഇവിടുന്ന് ആരെങ്കിലും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിന് വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിക്കും. ഇങ്ങനെയാണ് വരവ്. അന്നും ഞാൻ ബഹദൂർക്കായിട്ട് നല്ല അടുപ്പമുണ്ട്. പിന്നെ ഈ സുറുമയിട്ട കണ്ണുകളിൽ ഒന്നിച്ച് അഭിനയിച്ച് തുടക്കത്തെ അഭിനയം അതാണ് ഞങ്ങൾ ആദ്യത്തെ. നല്ല ഒരു കണക്ഷനിൽ വന്ന് സ്വന്തം ജ്യേഷ്ഠാനുജന്മാർ പോലെ കഴിഞ്ഞ് ഇരുന്നവരാണ്. ബഹദൂർക്ക മരിച്ചു. അത് കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ അദ്ദേഹത്തിൻ്റെ കബറടക്കത്തിന് ഞാൻ പോയി. അത് കഴിഞ്ഞ് അവിടെ ഒരു അനുശോചന യോഗമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കന്ന് ശരിക്കും ബഹദൂർക്കനെ അനുസ്മരണത്തിൽ സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ കയ്യിൽ നിന്ന് പോയി, പൊട്ടിപ്പോയി, കരഞ്ഞുപോയി. അത്രയും എൻ്റെ മനസ്സിൽ കയറിയിട്ടുള്ള നല്ലൊരു നടനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടുള്ളത് ഒടുവിൽ ഉണ്ണീഷനും അവസാനം എങ്ങനെയെന്നറിയില്ല, പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു. നീര് വന്ന് മുട്ടിയിട്ടെല്ലാം കൂടി ഈ കിഡ്നിയുടെ ഒരു കുഴപ്പം വന്ന് കോഴിക്കോട്ടായിരുന്നു ചികിത്സയൊക്കെ. ഈ PV ഗംഗാധരൻ്റെ ഈ നേതൃത്വത്തിൽ PVSൽ ചികിത്സയും എല്ലാം. അങ്ങനെ PVS എന്നാണ് രാവിലെ ഒരു 5:45 മണിക്ക് 6 മണിക്ക് ഈ മരിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും തൊട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ലോഹിദാസും കുതിരട്ടം പപ്പേട്ടും മരിക്കുമ്പോഴൊന്നും ഞാൻ നാട്ടിലില്ല. കുതിരട്ടം പപ്പേട്ടും മരിക്കുന്ന സമയത്ത് ഞാൻ ദുബായിലാണ്. ലോഹി മരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഇംഗ്ലണ്ടിലാണ്. ഒരു സംഘം ഈ പല പരിപാടികളായിട്ട് വിദേശത്ത് പോയ ആ സമയത്താണ് ലോഹിദാസിൻ്റെ മരണം. ഇതൊക്കെ അവിടെ നിന്ന് TV-യിൽ വാർത്ത കണ്ടിട്ടാണ് അറിയുന്നത്. ലോഹിദാസ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. 1-2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് ചെയ്യണം, മാറ്റണം സത്യനന്ദിക്കാടിനെ പോലെയുള്ള ആളുകളൊക്കെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. മാറ്റണം പറഞ്ഞിട്ട് അയാൾ കാണിക്കാതെ ഒരു മടി പിടിച്ചു നിന്നു. അവസാനം ഇത് കാണിക്കാൻ വേണ്ടി ഡോക്ടർക്ക് പോയപ്പോഴൊക്കെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് വളർന്ന് വലുതായിപ്പോയി. അതിന് പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഒരു അലസത ചെയ്യുക കൊള്ളാം എന്നുള്ളവർക്ക് നിന്നു. അതും വലിയ സങ്കടമായിപ്പോയി. ലോഹിദാസിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നമ്മൾ സിനിമക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ആളുകളാണ്. അതും വലിയ പ്രായമായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. എഴുത്തുകാരുടെ കൂടുതൽ വളരെ ഇപ്പോൾ അന്നത്തെ കാലത്തുള്ളതിൽ കുറച്ച് ചെറുപ്പക്കാരൻ തന്നെയാണ് ലോഹിയുടെ മരണമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഭയങ്കരമായ നഷ്ടമാണുള്ളത്. അതുപോലെ തന്നെ കുതിരട്ടം പപ്പേട്ടൻ, പ്രിയദർശൻ പോയി അടുത്ത് പറഞ്ഞ മാതിരി പകരക്കാരനില്ലാത്തൊരു നടൻ. പപ്പേട്ടനായാലും ഒടുവിലായാലും ശങ്കരാചാര്യനൊക്കെ ആയാലും അവർക്കൊന്നും പകരം വെക്കാൻ ആളില്ല. ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് കൊടുത്താൽ അത് മതി. ഈ നടൻ മുരളി പറഞ്ഞ മാതിരി അഭിനയത്തിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് ശങ്കരാടി എന്നുള്ളത്. കാരണം വലിയ അഭിനയമൊന്നും വേണ്ട, എന്താ പറയാനുള്ളത് പറഞ്ഞ് എല്ലാം അങ്ങോട്ട് നടന്നു പോവുക. അതുതന്നെ അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാവം ഒന്നും കയറ്റി പിടിച്ച് അഭിനയിക്കുന്നൊന്നുമല്ല. നമ്മൾ
സ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം അതാണ് സത്യൻ എന്നെ കൊണ്ട് പറഞ്ഞായി. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അയാളുടെ രീതിയിലാണ്ട് ചെയ്ത് അയാൾ അങ്ങോട്ട് പോകും. തന്നെ അഭിനയം. അല്ലാതെ അഭിനയിക്കാൻ വേണ്ടി മേക്കപ്പൊക്കെ ഇട്ട് വടി പിടിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതന്നെ അത്രയും ഈ ആളുകളുടെ ഒരു കൂട്ടുകെട്ടാണ് ഞാൻ പറഞ്ഞ ഈ ലിസ്റ്റ്. ഒടുവിലായാലും ശങ്കരാചേട്ടനായാലും മുരളിയായാലും ഈ ഇന്നസെൻ്റ് ആയാലും ഒക്കെ. ഇപ്പം പ്രിയദർശൻ ഓരോരുത്തരുടെ പേരും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നടികൾ കൊടുത്ത് നമ്മൾ സുകുമാരി ചേച്ചീൻ്റെ അന്ത്യമൊന്നും ഈ സിനിമയിലുള്ളവർ മാത്രമല്ല പുറത്തുള്ള ആളുകളും അങ്ങേയറ്റം വേദനിച്ചിട്ടുണ്ടാവും. കാരണം എല്ലാവരും അന്ധകാലത്ത് സിനിമ കാണാൻ തുടങ്ങുന്ന കാലം തൊട്ടേ ചേച്ചി രംഗത്തുള്ള ആളാണ്. വളരെ ചെറുപ്പത്തിൽ സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ മരിക്കുന്നത് വരെ സിനിമയിൽ വളരെ സജീവമായിരുന്നു. ഒരുപാട് അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം അതുകൊണ്ടല്ല മരിക്കുന്നതൊരു തീ പിടിച്ചിട്ട് അവരെ വിധി, ഈ യോഗം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവരും നമ്മളെ വിട്ടുപോയി. ഇനി ഇപ്പോഴത്തെ സിനിമയിൽ പിന്നെ അമ്മമാർക്കൊന്നും വലിയ പ്രാതിനിധ്യം വരുന്നില്ല. ഈ എന്താണ് ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സിനിമയിൽ. എന്നാലും വരും ചില കുടുംബകഥകളും സാമൂഹിക കഥകളൊക്കെ വരുമ്പോഴൊക്കെ ഇവരൊക്കെ ഉണ്ടാവും. കൊച്ചിൻ ഹനീഫ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അഭിനയിച്ച സിനിമയാണ് ഈ മുസാഫിർ. അത് ഞങ്ങൾ ദുബായിൽ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ്, ആദ്യത്തെ ഷെഡ്യൂൾ. അതിൽ ഹനീഫ വലിയൊരു ബിസിനസ്മാനും ഞാൻ അയാളുടെ ഒരു കാര്യസ്ഥനുമായിട്ടാണ്. അങ്ങനെ കുറേ ദിവസം ഞങ്ങൾ ദുബായിൽ കൂടി. ഭയങ്കര രസമാണ്. ഹനീഫ തീറ്റ ഭ്രാന്തനാണ്, തീറ്റയും സിഗരറ്റും. ഈ ഹനീഫ ജീവിതത്തിൽ മദ്യം തൊട്ടിട്ടില്ല. പക്ഷേ വലിയ മദ്യപാനികൾക്ക് വരുന്ന അസുഖം വന്നിട്ടാണ് മരിച്ചത്. പലരും ചോദിച്ചിട്ടുണ്ട്, നല്ല വെള്ളം തന്നെയല്ലേ അതുകൊണ്ടാണ് പോയത് എന്ന്. അത് ഹനീഫയെ അറിയാത്തവർ ആണ് ചോദിക്കുന്നത്. അറിയുന്നവർക്കൊക്കെ അറിയാം അയാൾ ഇതൊന്നും തൊടില്ല എന്നുള്ളത്. പക്ഷേ ആ സിനിമ ദുബായിൽ നിന്ന് തീർന്നില്ല. രണ്ടാമത്തെ ഷെഡ്യൂളായിട്ട് പിന്നെ അത് തായ്ലൻഡിൽ വെച്ചിട്ടാണ് എടുത്തത്. അപ്പോഴേക്കും ഹനീഫ മരിച്ചപ്പം പിന്നെ ഹനീഫയുടെ പല ഡയലോഗുകളും ഹനീഫയുടെ ഈ മുതലാളിയുടെ വക്കീലായിട്ട് അഭിനയിക്കുന്ന സുകുമാറും കാര്യസ്ഥനായിട്ടുള്ള ഞാനും നമുക്കൊക്കെ ഡിവൈഡ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങളതൊക്കെ പറഞ്ഞ് ഇതാക്കിയത്. കുറേ അതിനനുസരിച്ച് പിന്നെ സ്ക്രിപ്റ്റ് കുറച്ച് മാറ്റി. പിന്നെ ആണ് ഞങ്ങൾ പോയി ഈ ബാങ്കോക്കിൽ വെച്ച് ആ പടം തീർത്ത് വരുന്നത്. അതിനു മുമ്പ് ദുബായ് ഷെഡ്യൂൾ കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ മദ്രാസിൽ ഹോസ്പിറ്റലിലാവുകയും പെട്ടെന്നാണ് അറിയുന്നത് ഹനീഫയ്ക്ക് ക്യാൻസറാണെന്നുള്ള വിവരം. അതുവരെ അങ്ങനെ യാതൊരു സൂചന ഉണ്ടായിരുന്നു. ഹനീഫ നല്ല തടിയും പിടുക്കൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് എന്തിനും റെഡിയായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരാളല്ലേ. കൂടുതൽ ഭക്ഷണം കഴിക്കും, കുറേ സിഗരറ്റും വലിക്കും. ഇതല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ടാണോ മറ്റെന്തുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. ഒരു പെട്ടെന്ന് കേൾക്കാൻ ഹനീഫ ക്യാൻസറാണ് മദിരാശി ഹോസ്പിറ്റലിൽ തന്നെ. അവിടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾ പെട്ടെന്ന് മരിച്ചും ചെയ്തു. ബോഡി എറണാകുളത്ത് കൊണ്ടുവന്നു. ഞങ്ങൾ പോയി കണ്ടു. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമായിപ്പോയി. അതുമാത്രമല്ല ഹനീഫ മരിച്ചു, ഏതായാലും മരിക്കും. പക്ഷെ ബാക്കിയുള്ള കഥ ഹനീഫയ്ക്ക് 2 ചെറിയ കുഞ്ഞുങ്ങളാണ്. അതും ഒരു 2 വയസ്സോ ഒക്കെ മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനത്തെ 2 കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളും ഹനീഫയുടെ ഭാര്യയും ബാക്കിയാവണം. അതും കൂടി ആലോചിക്കുമ്പോഴൊരു സങ്കടം അത് വല്ലാതെ നമ്മളെ മൊത്തം എന്നെ മാത്രമല്ല മലയാള സിനിമയിലും ഹനീഫയെ അറിയുന്ന എല്ലാ ആളുകളെയും വേദനിപ്പിച്ചൊരു സംഭവമാണത്.